കാണാനല്ലോ സെലിബ്രിറ്റി എവിടെയാണ്? കപ്പും കൊണ്ട് എവിടെ പോയി നിങ്ങള്? ഞാൻ കണ്ട് വീഡിയോസ് ഒക്കെ. എന്താ പറയണോ അമ്മ? എന്താ പറയണോ? പടക്കായി ചെക്ക അരഞ്ഞി നല്ല പൊളിക്ക്. നിങ്ങളുടെ ആഗ്രഹം പാടല്ലേ? പാട്ട് നടക്കട്ടെ, നടക്കും. ഞാൻ എന്റെ വീട്ടില് വന്നല്ലോ. എന്റെ വണ്ടി നാശമായി. ഓ ഹായ്, എനിക്ക് കാണാനില്ല. പറ്റുമോ എനിക്ക്? ആരിച്ചില്ല, ഞാൻ കാണാനില്ല. ഒരു മിനിറ്റ്, നമ്മൾ ലൈവായിട്ട് ഇതിൽ പോരാ. വീഡിയോ ഓഫ് വീഡിയോ ഓഫ് ആണോ? കപ്പ് വിൻചേട്ടൻ ജിന്റപ്പൻ മാലി ഫോണിൽ മാറി മാറി സംസാരിക്കണേ. പിന്നെന്താ ഞാൻ ഈ സമയത്ത് നിങ്ങൾ പുറത്തിറങ്ങിയപ്പോ കാണണമെന്ന് ഓർത്തു. പക്ഷെ എനിക്ക് ആണല്ലേ? ഓ ഓ ഓ, എന്തായാലും ഇനി കാണാലോ, സമയമുണ്ടല്ലോ. എന്നോട് സായി പറഞ്ഞായിരുന്നു. സായി ചേട്ടല്ലേ? ആ താങ്ക് യു ചേട്ടാ. അതെ, ഇത്ര ദിവസം 8 ആഴ്ച നിന്നൂല, അതന്നെ വലിയ കാര്യം. നടക്കട്ടെ നടക്കട്ടെ. ആൾക്ക് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആളെന്തായാലും സിനിമ നടക്കും, ഉറപ്പാ. വാർത്ത വന്നിപ്പോ ഹൈദരലി അതെ, ഇപ്പളാ മനസ്സിലായേ. സോറി, ഇപ്പൊ മനസ്സിലായി എനിക്ക്. ഞാൻ ഇവിടെ കണ്ടിട്ടില്ല ദൈവം, എനിക്ക് ഓർമ്മ കിട്ടല്ലേ. പേര് ഇപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടി. ജിൻഡോ ചേട്ടൻ ഗൈസ്, ജിൻഡോ അങ്ങനെ സിനിമയിൽ കയറാൻ പോവാണ്. ഇനിയിപ്പോ ജിൻഡോയുടെ പുതിയ പടം നമ്മളിനി തിയേറ്ററിൽ ഇരുന്ന് കാണുന്നതായിരിക്കും. പറഞ്ഞോട് മനുഷ്യ, നിങ്ങളിപ്പോ പിന്നൊന്നും കണ്ടില്ലല്ലോ. സീക്രട്ട് ഏജന്റ് ഒന്നുമില്ല, സായിക്കട കണ്ടിട്ട് പോകുന്നു. അതൊന്നുണ്ട് കാണിച്ചില്ലേ? കാണിച്ചോ? പുള്ളി എത്തി നോക്കിട്ട് പോയിട്ടുണ്ടോ? ഇതൊരു മാറ്റില്ല. എന്തായാലും നമ്മുടെ പ്രൊജക്ട് കാര്യങ്ങളൊക്കെ നടത്താം. ഞാൻ ജുമ്മൻ ആനന്ദ് ചേച്ചി, ഹായ് ഹായ് ഹായ്, എല്ലാവർക്കും ഹായ്. ജിന്ന ചേട്ടന്റെ ഫാൻസ് ഒക്കെ ഉണ്ട്. സോ ഹായ് കൊടുക്ക് ജിന്ന ചേട്ടാ. നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് വിളിച്ചൂടെ? കണ്ടു ഞാൻ, കൊച്ചു കലവൻ. ഉമ്മ കൈലൊക്കെ ഉമ്മൊക്കെ അങ്ങനെ എന്റെ വീഡിയോടെ ചേച്ചിയോടെ പറയട്ടാം. നടക്കട്ടെ നടക്കട്ടെ. ഞാൻ വെറുതെ ഇരിക്കുന്നു. ഞാൻ ഞാവൽപ്പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിക്കാം. കുറെ നാളെ കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ കഴിക്കും ദൈവം. വേണ്ട തണ്ടല്ലോ, അത് ഇപ്പോഴും മാറിയിട്ടില്ല മനുഷ്യ. മതിയെ 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 മതിയെ. നല്ല എവിടെ മകരിതാ. ഉറങ്ങിയിട്ട് 4 ദിവസമായി കഴിച്ചു. അങ്ങനെ അന്നേ ബിഗ് ബോസ് ഹൗസിൽ ഇരുന്നിട്ട് ഉറങ്ങാണ്ട് ഇതായിരുന്നു. നന്ദന ഹായ്. നന്ദന ഹായ് പറയുമ്പോ എന്താ ഹായ് 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 ഹായ്. നമ്മുടെ പിള്ളേരെ കാര്യങ്ങളുണ്ടോ? ആരുമില്ലല്ലേ? അത് തന്നെ മൈൻഡ് ചെയ്തല്ലേ? ഓ, നിങ്ങളെ മൈൻഡ് ചെയ്യുള്ളൂ. നിങ്ങൾ മൈൻഡ് ചെയ്യില്ലെന്ന് എന്താ പിള്ളേരെ മെസ്സേജ് കൊണ്ടിരിക്കണം. നിങ്ങൾ ഹായ് പറഞ്ഞല്ലേ ഇടും. നിങ്ങളെല്ലാവരും ഗ്രൂപ്പിലുണ്ടോ? എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തില്ല. നമ്പർ ഉണ്ട് നിങ്ങളുടെ? വിൻസയുടെ നമ്പർ അയച്ചാട്ടാ. കല കുഞ്ഞ് നമ്പർ അവിടെ നമ്പർ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നിഷാന ഗ്രൂപ്പിന് അഡ്മിൻ നിഷാന ആഡ് ചെയ്തില്ല? ഉണ്ടല്ലോ. അതെ, ബിന്ദുടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മെസ്സേജ് അയക്കാം, ഇതിൽ പറയല്ലേ. നിങ്ങളൊരു ഫോക്കസ്. കൊള്ളാം കൊള്ളാം. എന്നെ മാത്രം അറിയുന്നത്. ചൂസ് മീ
ചേട്ടാ ഞാൻ ആഡ് ചെയ്യാം. ഞാൻ എനിക്ക് നമ്പർ അയച്ചിട്ട് വെച്ചിട്ടാ സമയത്തല്ല ഇതിന്റെ ഫാൻസ് സായി ചേട്ടൻ അയ്യോ സായി ചേട്ടന്റെ എടാ എവിടെയാണ് ചക്ക സായി ചേട്ടൻ ഹോസ്പിറ്റലിൽ പോയി. എന്തായാലും പുറമേനയുടെ കുറവ് ഇല്ലല്ലോ, അപ്പൊ വീണ്ടും കാണിക്കാനായിട്ട് സായി ചേട്ടൻ ലൈവില് വന്നിട്ട് എന്നെ കളിയാക്കാൻ മനുഷ്യരെ ജിൻഡോ ജന ഫാൻസ് ജിൻഡോ നിങ്ങൾ ലൈവ് നടക്കട്ടെ, ഞാൻ പോവാ മോന്താ. ഓക്കെ ബൈ. അമ്മയ്ക്ക് 5 രൂപ പോകട്ടെ. അമ്മ ജിൻഡോ ചേട്ടൻ എവിടെ ലൈവില എന്താ വിശേഷം? എന്നെ മറന്നല്ലേ? അമ്മ ഒരിക്കലും ചേട്ടാ എന്താ പിന്നെ വിശേഷം? എന്താ പരിപാടിയൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കണോ? അമ്മയോ അമ്മയോ പക്ഷേ അമ്മയോ അമ്മയോ ഇല്ല ഇതിവിടെ വേറെ സ്ഥലത്താണ്, ഫ്ലാറ്റിലാണ്. സിനിമാകാരെ സിനിമയൊക്കെ കിട്ടിയ സിനിമയിൽ പോവാണ്. അമ്മാന്ന് കുറെ പേര് മെസ്സേജിണ്ടല്ലോ. മീറ്റിംഗിൽ വന്നാ മീറ്റിംഗ് നടക്കട്ടെ ചേട്ടാ. ഭാവി പരിപാടികളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണ്ടേ? ആയിക്കോട്ടെ. കല്യാണത്തെ വിളിച്ചോളോ? കല്യാണം ഉണ്ട്. അമ്മ എന്റെ അമ്മ എന്നെ ആരെങ്കിലും കൈമ പിടിച്ചേൽപ്പിക്കാൻ നടക്കണേ. അതെ, അമ്മ കൈ പിടിച്ച അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അമ്മ. എന്റെ അമ്മോട് സംസാരിച്ചോ കുറവട്ടം. അപ്പൊ ബൈ മുത്തേ പോലെ ഞാൻ അതെ ആൾക്കാര് നന്ദന അമ്മയുടെ ഫാൻസ്, എന്റെ അമ്മയ്ക്കും ഫാൻസാ. ദൈവമേ, സീക്രട്ട് ഏജന്റ് നിങ്ങൾ വരുന്ന ഞാലക്കും ആ ഹായ് ചേട്ടനാണ് മെസ്സേജിക്കണേ. പിന്നീട് ഒരു ഹായ് നമ്മ ഹായ് പറ. ഹായ് പറഞ്ഞോളാ. കേട്ടില്ലേ? സായി ചേട്ടൻ വരാത്തോ? സായി ചേട്ടൻ വാ ലൈവില്. ചേട്ടൻ ആഡ് ചെയ്യാൻ നോക്കിക്കേ. ഓക്കേ ശരി. നന്ദന ചേച്ചി എന്റെ പേര് വിളിക്കോ? ഹായ്. അയ്യോ പേര് പോയില്ല, കണ്ടില്ല. എല്ലാരും വരൂ. സീക്രട്ട് ഏജന്റ് കാണാൻ. സീക്രട്ട് ഏജന്റ് തിരക്കിട്ടുണ്ട്. ഫാൻ ഓഫ് യു. ഹായ്, താങ്ക് യുടാ വന്ദന. ഹായ് ഡാ സായി ചേട്ടൻ. ഹായ്. സായി ചേട്ടൻ എവിടെയാന്ന് അറിയില്ല. സീക്രട്ട് ഏജന്റ് വാ ബൈ. ഹായ് എല്ലാരും. ജിൻഡോ ചേട്ടൻ ഞാൻ വായിച്ചോളാം. ഞാൻ വായിച്ച് ഞാൻ പറഞ്ഞ ജിൻഡോ ചേട്ടൻ നിങ്ങൾ തിരക്കില്ല. ഷെയർ എന്തായി? നേപ്പാളി മലയാളി ഹായ് താങ്ക് യു. മലയാളം പറയട്ടോ. ഭയങ്കര സന്തോഷമായി. താങ്ക് യു. സന്തോഷമായോ? എനിക്ക് സന്തോഷമായി. വലിയ ഇൻഫ്ലുവൻസറാണ്. നേപ്പാളി മലയാളി നമ്മൾ ഭയങ്കര സപ്പോർട്ട് ചെയ്താ. അയ്യോ ഇപ്പോഴും നാട്ടിലാണ്. എവിടെ സ്ഥലം? എവിടെയാ? ഇപ്പൊ ഇവിടെ നാട്ടിലാണ്. കാലിമ്പോങ്ങുള്ള ഇവിടെ നാട്ടിലാ. അങ്കമാലിലാണ് എന്റെ വീട്. പുളിയനം. പുളിയനത്തോ? ഇവിടെ എവിടെയാ? എവിടെയുണ്ടോ? നാട്ടിലുണ്ടോ? നമ്മൾ ഇവിടെ ഉണ്ടോ? ഇപ്പൊ നാട്ടിലില്ല. ഇപ്പത്തെ ഇവിടെ നാട്ടിലോട്ട് വന്നേക്കാ. തിങ്കളാഴ്ച എത്തും നാട്ടില്. വൈമ കാണണോട്ടാ. ഓ കാണാൻ ഇവിടെ പറയണ്ട് കുറെ കാണണം കാരണം കുറച്ച് നേപ്പാൾ പഠിക്കണം. ശരി. സുഖം സുഖല്ലേ? ഇവിടെ പ്രോബ്ലം ഉണ്ടേ. അതുകൊണ്ട് ഇപ്പൊ ജസ്റ്റ് ചുമ്മാ വിളിച്ചെന്നുള്ളൂ. എടുക്കുമെന്ന് വിചാരിച്ചില്ല. അതെയാ? നമ്മളെടുക്കാതിരിക്കോ? ശരി എന്നാ. ശല്യപ്പെടുത്തുന്നില്ല. കൂടുതൽ കൂടുതൽ ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ടാവും. ഓക്കെ പിന്നെ നേപ്പാളുണ്ട് പിടി. നേപ്പാള് പിന്നീടാ അതൊക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 സെക്കൻഡ്
വന്നോ? സായിച്ചേട്ടൻ വന്നോ? ചേട്ടൻ വന്ന മെസ്സേജ് പോയിട്ട് നന്ദൻ ഹായ് ഹായ് ഭയങ്കര ബിസിലാണ് ജിന്നച്ചേട്ടന്റെ ഹായ് ഞാൻ വേണമെങ്കിൽ തരാം. ഹായ് ജിന്നച്ചേട്ടന്റെ ഡാൻസാണ് കത്തി നിൽക്കുന്നായിരുന്നേ. ഞങ്ങൾക്ക് വേറെ കൈ പിടിച്ച് പൊക്കാൻ ഡാൻസില്ല ഞാൻ. അല്ലേ 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 എയർപോർട്ട് വന്നായിരുന്നോ? നമ്മള് കാണാൻ പറ്റില്ല. അയ്യോ കണ്ടില്ല. പോയി കവലകൾ വന്നായിരുന്നല്ലേ? ഹലോ ഹലോ ജന്റുഭായ് എന്തായി? മിസ്റ്റർ ഇന്ത്യ മിസ്റ്റർ യൂണിവേഴ്സ്. എത്ര വയസ്സുണ്ട് പറയുന്നുണ്ടോ? എത്ര വയസ്സെന്ന് പറയട്ടെ? ഒരു 45, 43. അതുക്കും മേലെ എത്രയാ ജിന്റെ ഭായി എന്നാ പറയട്ടെ? നമ്മുടെ ചങ്ക പറയട്ടെ? ബിനുഭായി തൊട്ടടുത്തുണ്ട് കണക്കൂട്ടി വെക്കാനായിട്ട് കാൽക്കുലേറ്റർ വെച്ച്. 52 ഒന്ന് ഒരു കാണിച്ച മസിൽ കാണിച്ചു കൊടുക്കും പിള്ളേർ കെട്ടട്ടെ. അത് നമ്മുടെ ആശാനോടെ ഉണ്ട് ജിന്നുഭായി. അത് കണ്ടിട്ടുള്ളൂ നമ്മൾ പറയല്. ആശാന്റെ മസിൽ കണ്ടിട്ടുള്ളൂ നമ്മൾ പറയില്ലല്ലോ, ഒരുപാട് പറയില്ല. ചേട്ടനാണ് ആശാൻ. അപ്പൊ പിന്നെ എന്റെ അമ്മോ നിങ്ങള് എന്നെ മിസ്റ്റർ ഇന്ത്യ തൊട്ട് ഞാൻ ആളുടെ ജിമ്മിലായിരുന്നു ഞാൻ പ്രാക്ടീസ് ഒക്കെ നടത്തിയിരുന്നത്. ബാംഗ്ലൂരാണ് മിസ്റ്റർ ഇന്ത്യ നടത്തിയത്. ആദ്യമായിട്ടാണ് ഈ കാര്യം പുള്ളി വെളിപ്പെടുത്തുന്നത്. പുള്ളി മിക്കവാറും അടുത്ത ബിഗ് ബോസ് സീസണിൽ എന്തായാലും അപ്ലൈ ചെയ്യും. ഞാനാണ് പറയേണ്ടത് പറഞ്ഞത്. ഞാൻ ജയിക്കേണ്ടത് പറയണെന്ന് പറഞ്ഞത് ഞാനാണ്. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും നമുക്കൊരു എൻട്രി കിട്ടും. അത് ഞാനത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. പറയേണ്ടത് ആള് അത് മാത്രല്ല ഞാനിപ്പോ ആ ഒരു ശരിക്കും പറഞ്ഞാല് 60 രാജ്യങ്ങളിൽ നിന്ന് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു മിസ്റ്റർ യൂണിവേഴ്സിൽ. അതിൽ നിന്നൊരു ഗോൾഡ് മെഡൽ കിട്ടിയിട്ട് ആദ്യം എന്റെ വീട്ടിൽ വിളിച്ചു. രണ്ടാമത്തെ ആളെ ഞാൻ വിളിച്ച ആള് ജിൻഡോ ഭായിനാണ് വിളിച്ചത്. അവിടെ നിന്ന് ചോദിച്ചാ അതാണ് ഗുരുക്കളുടെ അതെ കാര്യമായിട്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോ പല ക്ലബ്ബായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്, പലരായിട്ടുള്ള മോട്ടിവേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ ആളുടെ ഒരു റേഞ്ച് വേറെ. ഞാൻ വരുന്ന സമയത്ത് ആള് ജിമ്മില് ശരിക്കും പറഞ്ഞാല് 3-4 സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ എനിക്ക് വർക്കൗട്ട് തന്നു, എന്റെ കൂടെ ചെയ്തെടുത്തു, എന്റെ വീഡിയോ ഒക്കെ മുകളിട്ട് വെച്ചിരുന്നു. ഞാൻ വന്നിട്ടില്ല. അല്ലല്ല അത് തിരക്കിൽ പറ്റിട്ട് അല്ലല്ല ജിൻഡോ ഭായി അത് ആ പ്രൊമോഷൻ നിങ്ങൾ പോയി എല്ലാ കപ്പും വാങ്ങിച്ചു തന്നിട്ട് മതി. എല്ലാം സീക്രട്ട് ഏജന്റിന് നല്ല കുശുമുണ്ട്. സീക്രട്ട് ഏജന്റ് നേരിട്ട് തരണ്ടാണ്. 200 മെസ്സേജ് വിളിച്ചാൽ നോക്കിയാൽ ജിൻഡേട്ടാ സീക്രട്ട് പല വീഡിയോസ് എനിക്ക് ഞങ്ങൾക്ക് അയച്ചിരുന്നുണ്ട്. ജിൻഡോ ഭായി വൈകാതെ വർക്കൗട്ടൊക്കെ തുടങ്ങണോ? വർക്കൗട്ടൊക്കെ തുടങ്ങണേ. ഒട്ടും വൈകാതെ തുടങ്ങണം. ഭായിനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഞാനിങ്ങനെ ഫ്രണ്ടിൽ പറഞ്ഞെന്നുള്ളൂ. ഒട്ടും വൈകാതെ വർക്കൗട്ട് തുടങ്ങാം, ഡയറ്റ് തുടങ്ങാം. കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനുണ്ട്. ദൈവം വെച്ച് ഫ്യൂച്ചർ ഇങ്ങനെ നീണ്ടു നിവർന്ന് നടക്കാൻ. അത് കുഴപ്പം. ഓ അല്ല അപ്പടിച്ചതിന്റെ ഹാങ് ഓവർ കഴിയട്ടെ. നമ്മളോട് ഉണ്ട് പ്രിയം വിളിക്കൂ. ബിനുവായിനെ ഞാൻ ഇതുവരെ കണ്ടില്ല. ബിനുവായിനെ ഒന്ന് കാണണം, സംസാരിക്കണം, വിശേഷങ്ങൾ പറയണം. അതാണ് നമ്മളെ എയർപോർട്ടിലെ മറ്റേ ആന്റണി ചേട്ടന് ഭയങ്കര ആന്റണി ബ്രോ ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ. തീർച്ചയായിട്ടും നമ്മുടെ ചങ്ക് ബ്രോ. പിന്നെ തീർച്ചയായിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം അച്ഛനും അമ്മയ്ക്കൊന്നും അങ്ങനെ എൻട്രി ഉണ്ടായിരുന്നില്ല. അതിനോട് കുറച്ച് ഷാജാനെ അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് കുറച്ച് മുമ്പ്, അതായത് ഒരു 2-3 മണിക്കൂർ മുമ്പ് അച്ഛൻ്റെ നമ്മുടെ ഒരു ഫോട്ടോ കിട്ടണമെങ്കിൽ നമുക്ക് അകത്ത് പോയിട്ട് ചിന്ന അതിനെ കൂട്ടിക്കൊണ്ടിരായിരുന്നു. അകത്ത് പോയിട്ട് ആന്റിച്ചേട്ടന്റെ കസിനാണ്. ഓ ആന്റിച്ചേട്ടന്റെ കസിനാണ്. അതല്ലേ? ഓക്കെ വെരി ഗുഡ്. ആ അപ്പൊ പിന്നെ പറയണ്ടല്ലോ. നമ്മുടെ ആളാന്ന് പറഞ്ഞാൽ എന്തും കൊണ്ടുവരാം. ആരാ
എയർപോർട്ടിന്റെ അടുത്തുള്ള വീട് ജിന്റെ അവിടുന്ന് 10-15 മിനിറ്റ് മാക്സിമം. അല്ല ഞാൻ ഒരുപാട് സത്യം പറഞ്ഞാല് ഞാൻ ഒരു കാര്യം പറയാം. അതായത് ബിഗ് ബോസ് നമ്മൾ എത്ര എണ്ണം കണ്ടു. കൊച്ചി എയർപോർട്ടിൽ എത്ര പേര് ഇറങ്ങി, ഇത്ര റഷ്, ഇത്ര ക്രൗഡ്, ഇത്ര ബഹളം എവിടെ കണ്ടിട്ടുണ്ട്? അതെ അല്ല ജനങ്ങൾ ജനങ്ങളുടെ എയർപോർട്ടിൽ ഫുള്ള് പിയറുകാരായിരുന്നു. ഈ കപ്പ് മൊത്തം ജനങ്ങളുടെയാണ്. എയർപോർട്ട് ഫുൾ പിയർ വർക്കേഴ്സ് ആയിരുന്നു. ജനങ്ങളുടെ നമ്മുടെ അല്ലല്ല PR കൊടുത്തിട്ടാണ് ജിന്റെ ചേട്ടന്റെ PR വർക്കേഴ്സ്. എത്ര ലക്ഷം? എത്ര ലക്ഷമായിരുന്നു? എത്ര ലക്ഷം? 50 ലക്ഷം. അതെ നിങ്ങള് അസൂയക്കാര് അങ്ങനെ പലതും പറയും. അസൂയക്കാര് അല്ലെ 50 ലക്ഷം. എയർപോർട്ട് ഫുള്ള് ജൂൺ ആർട്ടിസ്റ്റുകളായിരുന്നു. എന്താ ചെയ്യാ? എന്റെ ചെയ്യാറ് മൊത്തം മക്കളാണ്. മക്കൾ നമ്മുടെ നന്നായിട്ട് കുറച്ച് 1-2 ഇന്റർവ്യൂ കൊടുത്തിരുന്നു. നമ്മുടെ പുള്ളിസാറല്ലോ അസോസിയേഷന്റെ ഹെഡ്. അയ്യോ പേര് പറഞ്ഞല്ല. പണിസാറാണ്. പണിക്ക് സാറ് നല്ല 1-2 ടീമിന് വേണ്ടിട്ട് ഇന്റർവ്യൂ കൊടുത്തു. നല്ല രീതി ഞാൻ തൊട്ടടുത്തുണ്ടായിരുന്നു സംസാരിക്കുമ്പോ. അത് വളരെ മോട്ടിവേഷൻ ആയിട്ട് പറഞ്ഞു. ഓ താങ്ക് യു. പണിക്കാട്ടിൽ എത്ര വയസ്സായി? പിന്നെ ജനങ്ങളുടെ സ്നേഹമാണ്. മൂപ്പര് വന്നിട്ട് ആ ഒരു സൈഡിൽ വന്നിരുന്നപ്പോ ഞാൻ ഉടനെ നമ്മുടെ കോഫി ഷോപ്പിൽ രുചി കോഫി ഷോപ്പ് അവിടെ ഒരു ചെയർ കൊണ്ട് കൂട്ടിയിരിക്കും. മൂപ്പര് എന്നെ നോക്കി എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. ഞാൻ പറഞ്ഞു സാറേ എന്റെ ഒരു തുടക്കം സാറിന്റെ അസോസിയേഷനാണ്. മിസ്റ്റർ കേരളവും മിസ്റ്റർ ഡിസ്ട്രിക്ട് അടിച്ചത് ഞാൻ നിങ്ങളുടെ അസോസിയേഷൻ. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. ഇവരാരും കളവന്മാരെ മറക്കൂല. ഞങ്ങളെ പോലെ കളവന്മാരും മറക്കൂലല്ലോ. കാണിക്കാൻ ജിന്റെ ചേട്ടനോട് നന്ദന ചേച്ചി ഹായ്. ജിന്റെ കപ്പ് നോക്കി കാണിക്കാൻ നിങ്ങളോട് ഫാൻസ് പറയുന്നു. കുറെ നേരം പറയുന്നു. മെസ്സേജിന് റിപ്ലൈ തരുന്നില്ലാണ്ട് ബഹളത്തോട് ബഹളം. ജിന്നഭായ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാനും ഈ പറഞ്ഞ സൈൻ ഔട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് കാണാം. വളരെ സന്തോഷം. ഈ വിലപ്പെട്ട സമയം 2 മിനിറ്റ് നമ്മുടെ ഒപ്പം എല്ലാവരോടും അന്വേഷണം പറയും. ഓക്കെ താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സീക്രട്ട് ആയിട്ട് ഡെയിലുണ്ടെങ്കിൽ ലൈവിൽ കയറണം. ടാറ്റ കാണിക്കാനാണോ നന്ദു ലൈവിൽ കയറിയേ? ഡെയിലുണ്ടെങ്കിൽ സീക്രട്ട് ആയിട്ട് ലൈവിൽ കയറുന്നതാണ്. ഓരോന്ന് കമന്റ് ഇടാൻ പേര് പാട്ടാ ശരിയാക്കി തരാം. ഒരു കിളി വിളിക്കുന്നത് വേണ്ടി ഞാൻ പറ്റക്ക്. അപ്പൊ നോക്കി ജിൻഡോക്ക് ജയിന്നൊക്കെ ചേച്ചി. ഓ ചേട്ടൻ ചേട്ടാ കൊച്ചിവിടാൻ സായിച്ചേട്ടന് മിനി ചേട്ടാ. സായിച്ചേട്ടൻ വാ. സായിച്ചേട്ടൻ നല്ല മക്കളെ. സായിച്ചേട്ടൻ അവിടെ നിന്ന് കമന്റ് ഇട്ടോണ്ടിരിക്കുക. നേരിട്ട് പറയാൻ പറയുന്നോട്. സായിയുടെ കമന്റ് കാണുന്നില്ല കേട്ടോ. എനിക്ക് കണ്ടെല്ലാം അപ്പ കണ്ടു. ചേച്ചി ജിൻഡോ ചേട്ടൻ ഹായ് തരാൻ പറ. സായി നമ്മളെ ബ്ലോക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടോ? കാണുന്നില്ല കമന്റ്. ലൈവ് അപ്പൊ എങ്ങനെ കാണുക? എനിക്കറിയില്ല. നന്ദുട്ടികളുണ്ട്. എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഉണ്ടാവും. അറിയില്ല. ആഡ് ചെയ്യോ? എനിക്കറിയാം. ഞാൻ നിങ്ങളുടെ ലൈവിലല്ലേ. ഞാനിപ്പോ ആൾക്കാരെ എവിടെ എത്തിക്കണം എനിക്കറിയോ? നിങ്ങളായത് നോക്കുന്ന കാര്യത്തിന്റെ ഞാൻ ജാനാൻ ആൾക്കാർ ജിന്നയുടെ ഹായ് പറഞ്ഞോ? നല്ല ഭംഗിയുണ്ടല്ലോ. എന്താന്നറിയില്ല. ഞാൻ പണ്ടേ ഒരു ഭംഗിയായിരുന്നു. നിങ്ങള് വണ്ണ വെക്കണ്ട. കുറച്ച് ബോഡി സെറ്റ് ആക്കിയാൽ മതി. വന്നത് മതി. ആ വന്ന സമയത്തുള്ള വണ്ണം മതി. ഒറ്റയ്ക്ക് വഴിവിട്ട് വന്നാലാണ് ബോഡി ഷേമിങ് ചെയ്യരുത്. ഒരു ആൾക്കാർ ഞാൻ എടുത്തത് എന്നെ കൊല്ലേ അടുത്തോടെ നോട്ടെ. ഇത് മതിയോ? അതന്നെ.
കേറി വാ മക്കളെ. ഇതായിരുന്നു നിങ്ങൾ ഇതായിരുന്നു ഞാൻ. ഇതിന് വലുതുണ്ട്. ഇത് സംഭവ എങ്ങനെയുണ്ട്? കൊള്ളവാ. നല്ലതാണുള്ളത്. എന്തത് ഇതാണ് നിങ്ങള് ജിമ്മാണോ നിങ്ങളത്? ജിൻഡോ ചേട്ടന്റെ ഇലുമിനാറ്റി ഡാൻസ് എന്ത് കാണാൻ പറ്റും? കട്ട വെയിറ്റിംഗ് ലൈവില് കേടാക്കാൻ പറ്റുന്നില്ല എന്ന്. ഓ അങ്ങനെ വരാം ലൈവില് ഞാനേ ഒന്ന് താഴ്കിടാം. പരിപാടി കട്ടി തിരക്കായിട്ട് വന്നാൽ മതി. ശരി ശരി. അപ്പൊ ഫോണ്